ഞാൻ നേരിട്ട് എക്സ്പീരിയൻസ് ചെയ്ത ഒരു അനുഭവത്തിൽ നിന്നാണ് ഞാൻ ഈ ഒരു വീഡിയോ പറയുന്നത്. ഏതാണ് ഏറ്റവും നല്ല സെൻറ്റർ, അല്ലെങ്കിൽ എവിടെ നിന്നാണ് ഏറ്റവും നല്ല ട്രീറ്റ്മെൻറ്റ് കിട്ടുക എന്നൊക്കെ ഞാൻ തന്നെ ആലോചിച്ചത് എൻ്റെ ലൈഫിലൊരു ആവശ്യം വന്നപ്പോഴാണ്. പുള്ളിക്കാരൻ്റെ അനുഭവത്തിൽ നിന്ന് തന്നെ പറഞ്ഞിട്ടുള്ള സത്യമായിട്ടുള്ള കാര്യമാണ് എന്നറിഞ്ഞിട്ടാണ് എൻ്റെ 2 കസിൻസിനെ കൊണ്ട് ഞാനും ഇവിടെ വരുന്നത്. 2 കസിൻസും ശരിക്കും ഇവിടെ ട്രീറ്റ്മെൻറ്റ് ചെയ്ത ആൾക്കാരാണ്. ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ കിട്ടിയൊരു സെൻറ്ററും അതുപോലെ തന്നെ ഈ ഒരു ഹെയർ ട്രാൻസ്പ്ലാന്റിൽ ഏറ്റവും ബെറ്റർ ആയിട്ട് ചെയ്യുന്ന ഡോക്ടേഴ്സിൻ്റെ ലിസ്റ്റ് എടുത്തപ്പോൾ ഞങ്ങൾക്ക് ആദ്യം കിട്ടിയ പേര് ജാനൻ ഡോക്ടറിൻ്റെയാണ്. അദ്ദേഹം തന്നെയാണ് ലാ ഡെൻസിറ്റീൻ്റെ ഫൗണ്ടറും. നമ്മുടെ സ്കിൻ നോക്കി, സ്കാൽപ്പ് നോക്കി ഇത്രയും നമുക്ക് പറ്റുള്ളൂ, അല്ലെങ്കിൽ ഇതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന മാക്സിമം എന്നുള്ളൊരു സത്യമായിട്ടുള്ള കാര്യം അവർ തുറന്നു പറയാനുള്ള ഒരു മനസ്സ് കാണിക്കുന്നുണ്ട്. എൻ്റെ അടുത്ത് ആര് ഹെയറിൻ്റെ കാര്യം ചോദിച്ചാലും ഞാൻ മേ ബി സജസ്റ്റ് ചെയ്യുന്ന ഫസ്റ്റ് സെൻറ്റർ ഇത് തന്നെയായിരിക്കും. നിങ്ങളുടെ ഹെയറിന് മാച്ച് ആവുന്ന രീതിയിൽ ആ ഒരു ഹെയർ ലൈനെ ഡിസൈൻ ചെയ്ത് ഏറ്റവും ബെറ്റർ ആയിട്ട് നിങ്ങൾക്ക് തരും എന്നുള്ളൊരു ഉറപ്പും എനിക്ക് തരാൻ പറ്റും. ഹലോ, നമസ്കാരം. ഞാൻ അനുശ്രീ. ഇന്ന് ശരിക്കും നിങ്ങൾക്കൊക്കെ ഉപകാരപ്പെടുന്ന ഒരു കാര്യം പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ വന്നിട്ടുള്ളത്. കാരണം നമ്മുടെയൊക്കെ ജീവിതത്തിൽ, നമ്മുടെയൊക്കെ ഡെയിലി ലൈഫിൽ നമ്മളെല്ലാവരും, ഞാനടക്കം നിങ്ങളടക്കം നമ്മളെല്ലാവരും നേരിടുന്ന ഒരു പ്രശ്നമാണ് ഹെയർ ഫോള്, അല്ലെങ്കിൽ മുടിയുടെ ഓരോ പ്രശ്നങ്ങൾ. കുറേ പ്രശ്നങ്ങളുണ്ടായിരിക്കും. നമ്മളെല്ലാവരും ജീവിതത്തിൽ നേരിടുന്ന ഒരു പ്രശ്നമാണ്. സോ എന്തായാലും അതിന് നമുക്ക് എന്തൊക്കെ കെയർ എടുക്കാൻ പറ്റും, അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ഒരു സർവീസിന് വരാൻ പറ്റുന്ന ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു സെൻറ്റർ പരിചയപ്പെടുത്തിക്കൊണ്ട്, അവിടുത്തെ സർവീസ് പരിചയപ്പെടുത്തിക്കൊണ്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത്. സോ ലാ ഡെൻസിറ്റിയിലാണ് ഞാനുള്ളത്. അതിൻ്റെ വിശേഷങ്ങൾ നമുക്ക് കാണാം. ഹലോ, നമസ്കാരം. അപ്പോൾ ഞാൻ ലാ ഡെൻസിറ്റിയുടെ അകത്ത് വന്നിരിക്കുകയാണ്. എന്തായാലും ഞാൻ തൊട്ട് മുന്നേ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ഈ ഒരു നിത്യജീവിതത്തിൽ, ഞാൻ അടക്കമായിരിക്കും കേട്ടോ, എല്ലാവരും ഒന്ന് ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമാണ് ഹെയർ ഫോൾസ്, അല്ലെങ്കിൽ കഷണ്ടി എന്നൊക്കെ പറയുന്നത് എല്ലാവരും ഫേസ് ചെയ്യുന്ന പ്രശ്നമാണ്. അങ്ങനെ ഒരു അനുഭവം എനിക്ക് വന്നപ്പോഴാണ്, അല്ലെങ്കിൽ എൻ്റെ ഒരു കസിൻസിന് ആവശ്യമായിട്ട് വന്നപ്പോഴാണ് ശരിക്കും ഞാൻ തന്നെ ഏതാണ് ഏറ്റവും നല്ല സെൻറ്റർ, അല്ലെങ്കിൽ എവിടെ നിന്നാണ് ഏറ്റവും നല്ല ട്രീറ്റ്മെൻറ്റ് കിട്ടുക എന്നൊക്കെ ഞാൻ തന്നെ ആലോചിച്ചത് എൻ്റെ ലൈഫിലൊരു ആവശ്യം വന്നപ്പോഴാണ്. ശരിക്കും ഇതൊരു പ്രൊമോഷണൽ വീഡിയോ ആണോ എന്ന് ചോദിച്ചാൽ, എനിക്ക് സഹായമായത് മറ്റൊരു ആക്ടർ ഇവിടുത്തെ സർവീസിന് ശേഷം ചെയ്ത സാജൻ സൂര്യ എന്ന് പറയും. സാജൻ ചേട്ടൻ ചെയ്തൊരു വീഡിയോ ആയിരുന്നു ശരിക്കും എനിക്ക് ഹെൽപ്ഫുള്ളായത്. സോ ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് തന്നെ എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ നിന്നാണ്, അല്ലെങ്കിൽ ഞാൻ നേരിട്ട് എക്സ്പീരിയൻസ് ചെയ്ത ഒരു അനുഭവത്തിൽ നിന്നാണ് ഞാൻ ഈ ഒരു വീഡിയോ പറയുന്നത്. കാരണം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒക്കെ ഗുണമാകുന്നെങ്കിൽ ആകട്ടെ എന്ന് കരുതിയിട്ട് തന്നെയാണ് ഇത് ചെയ്യുന്നത്. സോ ശരിക്കും പറഞ്ഞാൽ എൻ്റെ 2 കസിൻസും ശരിക്കും ഇവിടെ ട്രീറ്റ്മെൻറ്റ് ചെയ്ത ആൾക്കാരാണ്, ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്ത ആൾക്കാരാണ്. ഒരു 4-5 മന്ത്സ് ബാക്കാണ് ചെയ്തത്. സോ ശരിക്കും ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അവരുടെ പ്രൊസീജിയേഴ്സ് കഴിഞ്ഞ് അതിനുള്ള ഒരു ആഫ്റ്റർ കെയറിങ് സമയമൊക്കെ കഴിഞ്ഞ് ഏകദേശം അവരുടെ റിസൾട്ട് എന്താണെന്ന് കണ്ട് അറിഞ്ഞതിന് ശേഷമാണ് ഞാൻ ശരിക്കും ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. കാരണം വെറുതെ നമ്മൾ വീഡിയോ ചെയ്തിട്ട് കാര്യമില്ല. ശരിക്കും എൻ്റെ കണ്ണിൽ കണ്ട് എനിക്കത് വിശ്വാസമാവണം. ശരിക്കും അത് ആ ഒരു വിശ്വാസം ആയതുകൊണ്ട് തന്നെയാണ് ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഇത് ശരിക്കും ഹൈക്കോടതി ജംഗ്ഷനിലാണ് നമ്മുടെ ഈ ഒരു സെൻറ്റർ ഉള്ളത്. എനിക്ക് തോന്നുന്നു ഒരുപാട് സെൻറ്ററിനെ പറ്റിയിട്ടും പ്രൊസീജിയേഴ്സിനെ പറ്റിയിട്ടും ഒക്കെ നമ്മൾ പല ആൾക്കാരോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ സെർച്ച് ചെയ്യുന്നൊരു സമയത്താണ് ഞാൻ സാജൻ ചേട്ടൻ്റെ വീഡിയോ കാണുന്നതും ഞാൻ അദ്ദേഹത്തെ വിളിച്ച് ചോദിക്കുക വരെ ചെയ്തു, ശരിക്കും ഇത് പ്രൊമോഷൻ്റെ ബേസിൽ ചെയ്തതാണോ എന്നുള്ളത്. അങ്ങനെയല്ല, പുള്ളിക്കാരൻ്റെ അനുഭവത്തിൽ നിന്ന് തന്നെ പറഞ്ഞിട്ടുള്ള സത്യമായിട്ടുള്ള കാര്യമാണ് എന്നറിഞ്ഞിട്ടാണ് എൻ്റെ 2 കസിൻസിനെ കൊണ്ട് ഞാനും ഇവിടെ വരുന്നത്. അതിനുശേഷം ഇവിടുത്തെ ഡോക്ടേഴ്സിനെ കണ്ടു, സംസാരിച്ചു. എനിക്ക് തോന്നുന്നു നമുക്ക് എന്താണ് ആവശ്യം, അല്ലെങ്കിൽ നമ്മുടെ ആവശ്യം നമ്മൾ പറഞ്ഞാലും ഒരിക്കലും ഇത് തന്നെ ഞങ്ങൾ ചെയ്തു തരും എന്നുള്ളത് ഡോക്ടേഴ്സ് വെറുതെ നമുക്ക് വെറുതെ കോൺഫിഡൻസ് കൂട്ടാൻ വേണ്ടിയിട്ട് പറയില്ല എന്നുള്ളത് ഒരു പക്ഷേ എനിക്ക് ആദ്യത്തെ കൺസൾട്ടേഷനിൽ നിന്ന് മനസ്സിലായ കാര്യമാണ്. കാരണം നമ്മുടെ ഹെയറിൻ്റെ രീതി, എത്രത്തോളം റൂട്ട് നമുക്ക് എടുക്കാൻ പറ്റും, അല്ലെങ്കിൽ മാക്സിമം നമുക്ക് ഇത്രയും മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ള
സത്യസന്ധമായിട്ടുള്ള കാര്യത്തെ പച്ചയായിട്ട് അവർ നമ്മുടെ അടുത്ത് തുറന്നു പറയുന്നുണ്ട്. അല്ലാണ്ട് ഒരു ഫേക്ക് പ്രോമിസ് ഒന്നും നമുക്ക് തരുന്നതായിട്ട് എനിക്ക് ഇവിടെ 2-3 വട്ടം ഞാൻ വന്നിട്ടുണ്ട് കൺസൾട്ടേഷന് വേണ്ടിയിട്ട് എൻ്റെ ബ്രദേഴ്സിൻ്റെ കൂടെ. സോ എനിക്ക് ഫസ്റ്റായിട്ട് കിട്ടിയ ഒരു ഇംപ്രഷൻ എന്ന് പറയുന്നത് അതാണ്. നമ്മുടെ സ്കിൻ നോക്കി, സ്കാൽപ്പ് നോക്കി, ഇത്രയും നമുക്ക് പറ്റുള്ളൂ, അല്ലെങ്കിൽ ഇതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന മാക്സിമം എന്നുള്ളൊരു സത്യമായിട്ടുള്ളത് കാര്യം അവർ തുറന്നു പറയാനുള്ള ഒരു മനസ്സ് കാണിക്കുന്നുണ്ട്. വന്ന് നോക്കുമ്പോൾ നമുക്കിതൊരു ചെറിയ സെൻറ്റർ ആണെന്നൊക്കെ തോന്നും, പക്ഷെ അങ്ങനെയല്ല. അകത്തേക്ക് കയറുമ്പോൾ ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ നമുക്ക് തരുന്ന സർവീസൊക്കെ തന്നെയാണ് അവർ തരുന്നത്. എനിക്ക് തോന്നുന്നു അറ്റ് എ ടൈം ഒരു 5-10ഓളം സർജറികൾ ചെയ്യാൻ പറ്റുന്ന ഫെസിലിറ്റി അവരുടെ ഈ ഒരു സെൻറ്ററിലുണ്ട്. തിയേറ്റർ ആണെങ്കിലും PRP സെഷൻസ് ആണെങ്കിലും ഹെയർ വിഗ് എക്സ്റ്റൻഷൻ ആണെങ്കിലും ഒരുപാട്. അതുപോലെ തന്നെ നോൺ സർജിക്കൽ ആയിട്ടുള്ള പ്രൊസീജിയേഴ്സ് ഒക്കെ തരുന്നുണ്ട്. അതുപോലെ തന്നെ വരുമ്പോൾ നേരെ നമുക്ക് ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്യാമെന്ന് ഇവിടെ പറയണില്ല. അതും ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യമാണ്. കാരണം വേറെ കുറേ ഫ്രണ്ട്സിനെ ഞാൻ ഇവിടെ സജസ്റ്റ് ചെയ്ത് വിടുന്നുണ്ടായിരുന്നു. കാരണം എനിക്ക് തോന്നുന്നു എൻ്റെ അടുത്ത് ആര് ഹെയറിൻ്റെ കാര്യം ചോദിച്ചാലും ഞാൻ മേ ബി സജസ്റ്റ് ചെയ്യുന്ന ഫസ്റ്റ് സെൻറ്റർ ഇത് തന്നെയായിരിക്കും. കാരണം ഒരിക്കലും ആദ്യം വരുമ്പോഴേ നമുക്ക് ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്യാം എന്നൊരു കാര്യം അവർ പറയാറില്ല. നമുക്ക് മെഡിസിൻ എടുത്ത് നോക്കാം, അല്ലെങ്കിൽ 1 മാസം 2 മാസം 3 മാസം എന്നുള്ളൊരു ടൈം ഓഫ് പീരീഡ് കൊടുത്തിട്ട് ആ ഒരു മെഡിസിൻ കൊണ്ട് വലിയ ഗുണം ഇല്ല, ഇനി ഹെയർ ട്രാൻസ്പ്ലാന്റ് മാത്രമാണ് ഓപ്ഷൻ എങ്കിൽ അതാണ് അവർ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു നല്ല കാര്യം എന്ന് എപ്പോഴും തോന്നിയിട്ടുണ്ട്. അല്ലാതെ വരുന്ന ആൾക്കാരെ കൊണ്ട് എല്ലാം നമുക്ക് അങ്ങോട്ട് ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്യാം എന്നൊന്നും പറയാറില്ല. മേ ബി മെഡിസിൻ കൊണ്ട് മാറുന്ന അവർക്ക് തോന്നുന്ന കാര്യങ്ങൾ ശരിക്കും അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ വന്നതിന് ശേഷമാണെങ്കിലും ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞതിന് ശേഷമാണെങ്കിലും ഇവരുടെ ഫോളോ അപ്സ് അത് പറയാണ്ടിരിക്കാനായിട്ട് പറ്റില്ല. കാരണം എനിക്ക് തോന്നുന്നു ഒരു 4-5ഓളം PRP സെഷൻസ് നമ്മുടെ ഈ ഒരു ട്രാൻസ്പ്ലാന്റ് പ്രൊസീജിയർ കഴിഞ്ഞതിന് ശേഷം ചെയ്യണം എന്നാണ് എൻ്റെ ഒരു ഇത്രയും കണ്ട ഒരു അനുഭവത്തിൽ നിന്ന് എനിക്ക് തോന്നുന്നത്. കാരണം കറക്റ്റായിട്ടുള്ള ടൈമിൽ അവർ വിളിക്കുകയും മെഡിസിൻ്റെ കാര്യങ്ങൾ പറയുകയും ഡേറ്റ്സ് കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നൊരു ഫോളോ അപ്പ് ഭയങ്കര നന്നായിട്ട് ഇവരുടെ ഒരു സർവീസിങ് സൈഡിൽ നിന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. കാരണം എൻ്റെ കസിൻസ് തന്നെ ആയതുകൊണ്ട് ഇവിടുന്ന് വിളിക്കുമ്പോഴും പറയുമ്പോഴൊക്കെ അവർ എന്നോടെല്ലാം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറുണ്ട്. സോ എനിക്ക് അങ്ങനത്തെ ഒരു കാര്യം കൂടി ഫീൽ ചെയ്തിട്ടുണ്ട്. അത് എല്ലായിടത്തും അങ്ങനെ ഒരു സർവീസ് കിട്ടുമോ എന്നുള്ളൊരു കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. സോ എന്തായാലും ഈ ഒരു കാലഘട്ടത്തിൽ ഹെയറിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ എന്തെങ്കിലും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടെങ്കിൽ ലാ ഡെൻസിറ്റി നിങ്ങൾക്ക് എന്തായാലും നല്ലൊരു സർവീസ് തരും. അല്ലെങ്കിൽ എന്താണ് അവർക്ക് മാക്സിമം ചെയ്ത് തരാൻ പറ്റുന്ന സർവീസ് എന്നുള്ളത് അവർ നിങ്ങളോട് തുറന്നു പറയുകയും നിങ്ങളുടെ ഹെയറിന് മാച്ച് ആവുന്ന രീതിയിൽ ആ ഒരു ഹെയർ ലൈനെ ഡിസൈൻ ചെയ്ത് ഏറ്റവും ബെറ്ററായിട്ട് നിങ്ങൾക്ക് തരും എന്നുള്ളൊരു ഉറപ്പും എനിക്ക് തരാൻ പറ്റും. കാരണം എൻ്റെ അനുഭവത്തിൽ നിന്ന്, അല്ലെങ്കിൽ എനിക്ക് വേണ്ടപ്പെട്ടവരുടെ അനുഭവത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യമാണത്. കാരണം അതല്ലെങ്കിൽ ഒരു ഹെയർ ട്രാൻസ്പ്ലാന്റിങ് സെൻറ്ററിന് ഈ ഒരു 13ഓളം ബ്രാഞ്ചും അല്ലെങ്കിൽ ഒരു 10-300 സ്റ്റാഫോളം, എനിക്ക് 300 കുറവാണോ എന്ന് എനിക്കറിയില്ല, ബട്ട് എൻ്റെ ഒരു അറിവിൽ 11ഓളം ബ്രാഞ്ചുകൾ ഇവർക്കുണ്ട്. എനിക്ക് തോന്നുന്നു നമ്മുടെ കൊച്ചിയിൽ ഇവിടെയാണെങ്കിലും പിന്നെ ട്രിവാൻഡ്രത്ത് ഇനി അവർ തുടങ്ങാൻ പോകുന്നുണ്ട്. ബാക്കി അവർക്ക് ബാംഗ്ലൂരുണ്ട്, മഹാരാഷ്ട്രയിലുണ്ട്. സോ എന്തായാലും അവരുടെ ഒരു സർവീസ് കൊണ്ട് തന്നെയായിരിക്കും ഈ ഒരു സെൻറ്റർ ഇത്രയും വലുതായിട്ട് വന്നിരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. സോ എന്തായാലും നിങ്ങൾക്ക് എന്തെങ്കിലും ഹെയർ ഇഷ്യൂവുമായിട്ട് ഫേസ് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഇവിടെ വരാം. ഒരുപാട് ആൾക്കാർക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്നതിൻ്റെ അപ്പുറം സർവീസ് തരാനുള്ള മനസ്സുമായിട്ട് ഇവിടെ ഉണ്ടാവും. അപ്പോൾ എന്തായാലും ഈ ഒരു ലാ ഡെൻസിറ്റി എന്തായാലും ഞങ്ങൾക്ക് വേണ്ട സർവീസിനെ പറ്റിയിട്ട് ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ കിട്ടിയൊരു സെൻറ്ററും അതുപോലെ തന്നെ ഈ ഒരു ഹെയർ ട്രാൻസ്പ്ലാന്റിൽ ഏറ്റവും ബെറ്ററായിട്ട് ചെയ്യുന്ന ഡോക്ടേഴ്സിൻ്റെ ലിസ്റ്റ് എടുത്തപ്പോൾ ഞങ്ങൾക്ക് ആദ്യം കിട്ടിയ പേര് ജാനൻ ഡോക്ടറിൻ്റെയാണ്. അദ്ദേഹം തന്നെയാണ് ലാ ഡെൻസിറ്റീൻ്റെ ഫൗണ്ടറും. സോ എന്തായാലും കേൾക്കുന്ന നിങ്ങൾക്ക് ഒരുപാട് സംശയം ഉണ്ടായിരിക്കും. അതായത് ഇപ്പോൾ എല്ലാവരും ഫേസ് ചെയ്യുന്ന കാര്യമാണ് കഷണ്ടി അല്ലെങ്കിൽ ഹെയർ ഫോൾ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ എല്ലാവരും കേൾക്കുന്ന കാര്യങ്ങളാണ്. എന്നാൽ ആ ഒരു സർവീസിനെ പറ്റിയോ അതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് അല്ലെങ്കിൽ ഒരു ആഫ്റ്റർ കെയർ അത് എക്സ്പെൻസീവ് ആണോ അല്ലയോ, എന്താണ് ഹെയർ ട്രാൻസ്പ്ലാന്റ് നമ്മൾ കറക്റ്റ് എന്ത് പ്രൊസീജിയറാണ് ചെയ്യുക, അതിനുശേഷം എത്ര നാൾ കഴിഞ്ഞ് അതിൻ്റെ ഒരു റിസൾട്ട് കണ്ടു തുടങ്ങും എന്നൊക്കെ ഉള്ളത് എല്ലാവർക്കും ഉള്ള ഒരു സംശയമാണ്. അതൊരു പക്ഷേ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നതിലും ഒരു ഡോക്ടർ ഭാഷയിൽ നിങ്ങൾക്ക് കേൾക്കുന്നതായിരിക്കും കുറച്ചും കൂടി നിങ്ങൾക്കത് മനസ്സിലാക്കാനായിട്ട് എളുപ്പം. സോ എന്തായാലും അതിനെ പറ്റിയിട്ട് നമ്മളോട് ഡോക്ടർ സംസാരിക്കും. Thank you, ma'am, for introducing me here. Myself, Dr. Gajanan. So we are discussing here about the hair transplantation. Low density hair transplantation in Kerala started in July 2020 for the purpose of complete cure of baldness and all hair problems. So after that, the journey has been very fantastic, fabulous, and very energetic also.
So why the baldness is there? Why the people are suffering from baldness? That reason we must know. The reason for baldness is most of the times is genetic. Like somebody in a family is having a baldness issue, the same genes carrying to the next generation. Suppose my father is bald or my uncle is bald, I am also getting the same baldness gene and I am getting bald. That is the most common reason in 90% of the cases. So this is genetically and hormonally balanced. So we cannot completely stop it, but definitely we can control it. We can delay the baldness. Okay, because the gene is going to express their baldness in somebody's body, that is for sure. We cannot alter the gene or we cannot modify the genes. So like you must know that diabetes and other problems are sometimes genetics. So the genes what we are carrying going to express, but not everybody in a family is going to be bald. The genes the person is carrying going to be bald. You might see that one brother is bald, another brother is not bald. So it's all depend on the genetics and hormonal expression. So along with that, other factors might be co-diseases like diabetes, thyroid, anemia like hemoglobin deficiency in the patients, some hormone other problems like female hormones, prolactin, and other menstrual problems. This also can cause some hair loss. Along with that, female can develop a baldness. Female usually don't get completely bald. They usually have a thinning pattern hair loss, and according to that their baldness. And male usually get completely bald. They don't have a single hair follicle on their top. They are completely bald, right? So grade 1 to grade 7 kind of baldness is there. Grade 1 is very less bald and grade 7 is a maximum bald, right? So baldness treatment is definitely hair transplantation because there are no hair roots present. So this patient cannot be treated with medicines, right? Medicine will work on the patient who have got hair thinning or those are having hair fall. Okay. Those hair are lost from the basic like skin or from the roots, they will not develop a hair. So ultimate outcome of medicines is only for the hair loss and thinning of the patients. In female, hair medicine works more fantastically compared to the male. So when we discuss about hair transplantation is always a autologous, means only the person who has got his own hair that can be transplanted to the bald area. Somebody else hair we cannot transfer to some other person. So this is autologous hair transplantation. So there are basically two areas from where we take out the hair roots, like one is the scalp area, another is the beard area. These are basically a permanent zone from where if you implant, the hair will remain a lifetime for the patient. So once patient asks what is the results of hair transplant, are they permanent? Yeah, most of the cases hair transplant results are permanent. Your hair can grow, you can cut them, you can trim them, you can shave them, again it will grow. So these results are almost permanent or semi-permanent, you can say, right? Discussing about the procedure, it is a day care procedure. Once patient come in the morning, he will be eventually discharged in the evening. So there is no admission required. The surgery is done under local anesthesia. Okay. So only the front injections and back injections will be given, and there is no pain as such. Okay, because very small insulin syringe is used while giving an injection, and we use some techniques to decrease the pain during the injections as well. Okay. So complications, because not being a very high risk surgery, it's a superficial skin surgery. So patient is always conscious during the surgery. So he can walk around, he can have a lunch break, he can go to washrooms, he can have breaks in between, he can listen to music, he can enjoy basically the surgery, what is happening with him. Only he will not have pain, and rest of the things will be alright. Okay. So this is the beauty of the surgery basically. The patient can understand that something is happening with me without any pain. So the same day discharge, so patient can go home, have his own food, relax, can take a rest for next maybe 5 to 10 days, and again after 10 days he can resume his job. If he is working from home, definitely after 2 days he can join his work from home also. So the pain level is very minimal and the restrictions are very minimal. So definitely a worse surgery to do it, and without hampering much routine activity as well, right? About the complications rate, usually being a local anesthesia and minor surgery, it is super skill surgery, but I would say about the risk is a minor risk surgery. Okay. There are not much complications, only some allergic reaction to local anesthesia. It
can cause a major side effect, because any sensitivity reaction, any allergic reaction, we have to treat it proper way. Okay. So duration of surgery around 6 to 7 hours, not much to afraid about, no blood loss much in the patients of hair transplantation. So basically not to afraid of the hair transplantation. If you are treating the patient in a proper setup with the proper doctor qualification and experience, definitely this is going to be a very safest surgery in the world. So about the complication, mild edema on the forehead because of some injections. There might be a mild pain in some patients, some folliculitis after maybe a 2-3 months down the time. But eventually results are always guaranteed 100%. You can assure about the results. Once you select a good patient, good donor area, then definitely patient will get 100% result over a year. So that is the reason why we have started in large density in Cochin, with the people's demand basically to have a good center in Kochi and Kerala. So we have started, and with the good support of people over here, with their love and their support, we are definitely doing a good job here also. Okay, and you are going to start a new branch in Trivandrum also, right? Yeah, that is also one, because of most of the you guys are staying in Trivandrum. You don't want to travel all the way, so you just want to have someone who can support you there, and you are near and dear there. So definitely we will plan to start soon in Trivandrum as well, so that we can provide services basically in middle of Kerala and as well as South Kerala as well. Okay, Dr. Thank you. Yeah. നിങ്ങൾ ആരാണെങ്കിലും, ആണാണെങ്കിലും പെണ്ണാണെങ്കിലും, നിങ്ങൾ ഹെയർ ഫോളുമായിട്ടോ അല്ലെങ്കിൽ കഷണ്ടിയായിട്ടോ ഒക്കെ ബന്ധപ്പെട്ട്, മുടിയുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുന്നവരാണെങ്കിൽ ഒട്ടും മടി കൂടാതെ, ഒരു സങ്കോചവും കൂടാതെ നിങ്ങൾക്ക് എറണാകുളത്ത് സ്ഥിതി ചെയ്യുന്ന ലാ ഡെൻസിറ്റിയിലേക്ക് വരാവുന്നതാണ്. ഒരുപാട് പ്രൊസീജിയേഴ്സ്, അത് ഹെയർ ട്രാൻസ്പ്ലാന്റ് മാത്രമല്ല, നോൺ സർജിക്കൽ ആയിട്ടുള്ള പ്രൊസീജിയേഴ്സും PRPയും ഹെയർ വിഗ് ആണെങ്കിലും ഹെയർ എക്സ്റ്റൻഷൻ ആണെങ്കിലും എന്താണോ നിങ്ങൾക്ക് വേണ്ടത് ആ സർവീസ് ഇവിടെ അവൈലബിൾ ആയിരിക്കും. സോ ഒട്ടും താമസിയാണ്ട് നിങ്ങളുടെ പ്രശ്നങ്ങൾ മാറ്റാനായിട്ട് നിങ്ങൾക്ക് ലാ ഡെൻസിറ്റിയിലേക്ക് വരാവുന്നതാണ്. കൂടുതൽ ഡീറ്റെയിൽസ് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കും.